ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് മെയ് 30 ഈ പ്രഭാതത്തിൽ നമുക്ക് ചിന്തിക്കാനുള്ളത് നിരന്തരമായി പോരാടുന്ന ദൈവജനത്തിന് വിജയം എന്നുള്ളതാണ്. ആധാരവാക്യമായി എഫെസ്യ ലേഖനം 6-ാം അധ്യായം 13-ാം വാക്യം. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം എടുത്തുകൊള്ളുവിൻ. പ്രിയ മക്കളെ, 1878 വില്യം ബൂത്ത് അദ്ദേഹം ഈസ്റ്റ് ലണ്ടൻ സുവിശേഷ പ്രവർത്തനായി ഒരു വാർഷിക റിപ്പോർട്ട് തയ്യാറാക്കുകയാണ്. തന്റെ ഭവനത്തിൽ സ്വകാര്യ മുറിയിൽ അത് തയ്യാറാക്കുമ്പോൾ അദ്ദേഹത്തോടുകൂടെ തന്റെ മൂത്ത മകൻ ബ്രാംവെൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വില്യം ബൂത്ത് ഡിക്റ്റേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എഴുതുന്നതിന് സഹായിയായി ജോർജ് സ്കോട്ട് റെയിൽട്ടൺ ഉണ്ടായിരുന്നു. അങ്ങനെ ആ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ അദ്ദേഹം എഴുതാൻ പറഞ്ഞു, ക്രിസ്ത്യൻ ദൗത്യം അത് ചെയ്യുന്നതിന് ഒരു സന്നദ്ധ സേനയാണ് നമുക്ക് വേണ്ടത്. ഇങ്ങനെ പറഞ്ഞ ഉടനെ ഈ സന്നദ്ധ സേന എന്നുള്ള ആ പദപ്രയോഗം ബ്രാംവെൽ തടസ്സപ്പെടുത്തി. അത് കേട്ട ഉടനെ അത് പാടില്ല, അതിനു പകരം വേറെ വാക്കുകൾ ഉപയോഗിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു. കാരണം വിക്ടോറിയൻ കാലഘട്ടത്തിൽ ബ്രിട്ടനില് ഈ പദമാണ് സൈനിക സന്നദ്ധ പ്രവർത്തകർക്ക് വേണ്ടി ഉപയോഗിച്ച പദമാണ്. അത് വളരെ തരം താണ ഒരു പദപ്രയോഗമായിട്ടാണ് ആ കാലഘട്ടത്തിൽ കരുതിയത്. അതുകൊണ്ട് അത് മാറ്റിയേ പറ്റൂ എന്ന് വില്യം ബൂത്തിനോട് മൂത്ത മകൻ പറഞ്ഞു. അപ്പോൾ സ്വയം സേവകൻ എന്ന് പറയുന്ന ആ പദത്തിന് പകരം, അല്ലെങ്കിൽ സന്നദ്ധ സേന എന്നുള്ളതിന് പകരം രക്ഷാ സൈന്യം എന്ന പേരാണ് ഇടാൻ ആഗ്രഹിച്ചത്. അപ്പോൾ അദ്ദേഹം ഈ രക്ഷാ സൈന്യം അല്ലെങ്കിൽ സാൽവേഷൻ ആർമി എന്ന ഒരു പേരാണ് അദ്ദേഹത്തിന്റെ സംഘടനയ്ക്ക് ഇടാൻ എടുത്തത്. വില്യം ബൂത്ത് അതിന്റെ ആദ്യത്തെ ജനറൽ ആയിരുന്നു. ഇന്ന് ബൂത്തിന്റെ പ്രസ്ഥാനം 128 രാജ്യങ്ങളിൽ പ്രവർത്തനക്ഷമമാണ്. അതിന്റെ യൂണിഫോമുകൾ, അതുപോലെ അതായത് സൈനിക ശൈലിയുള്ള യൂണിഫോമുകൾ, അതുപോലെ തന്നെ മാർച്ചിങ് ബാൻഡുകൾ, പദവികൾ, ഇതൊക്കെ നമുക്ക് സുപ്രസിദ്ധമാണ്. പ്രിയ ദൈവമക്കളെ, ദൈവത്തിന്റെ അനുയായികൾ വളരെ കാലമായി നിശ്ചയമായും പോരാട്ടത്തിലാണ്. അത് വീണുപോയ ദൂതന്മാർക്കും പിശാചിനുമെതിരെയുള്ള ഒരു പ്രവൃത്തിയാണ് ദൈവത്തിന്റെ മക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, അവസാനം ദൈവവും തന്റെ ജനവും വിജയാളികൾ ആകും. കാരണം ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ അത് ജഡീയങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവയാണ് എന്ന് 2 കൊരിന്ത്യർ 10-ാം അധ്യായം 4-5 വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. പതിറ്റാണ്ടുകൾക്ക് മുമ്പ്, അതായത് ഏകദേശം 150 വർഷങ്ങൾക്ക് മുമ്പ് ബ്രാംവെൽ പറഞ്ഞതുപോലെ പാപത്തിനെതിരായ പോരാട്ടത്തിൽ നാം ഓരോരുത്തരും വോളണ്ടിയേഴ്സ് അല്ല, പിന്നെയോ സ്ഥിരം പടയാളികളായി തീരണം. കാരണം ശത്രുവിന്റെ പിടിയിൽ അനേകരകപ്പെട്ടു പോയിട്ടുണ്ട്. അവരെയൊക്കെയും രക്ഷപ്പെടുത്താൻ നമുക്ക് നിശ്ചയമായും പോരാട്ടമുണ്ട്. മാത്രമല്ല, നമ്മുടെ ദിനചര്യകളിൽ നാം ഏർപ്പെടുമ്പോൾ നാം എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നാം ശത്രു ദേശത്താണ്. തങ്ങളുടെ സ്വർഗീയ ലക്ഷ്യത്തെ അതിൽ നിന്നും
പെടുത്തുന്നതിന്, അല്ലെങ്കിൽ സ്വർഗീയ ലക്ഷ്യം നമുക്ക് ഉണ്ടാകാതിരിക്കുന്നതിന്, മറ്റുള്ളവരെ യേശു ക്രിസ്തുവിലേക്ക് കൊണ്ടുവരാതിരിക്കുന്നതിന് ഒക്കെയും സാത്താൻ എപ്പോഴും ആഗ്രഹിക്കുന്നു അവനോട് നമുക്ക് എതിർത്ത് നിൽക്കേണ്ടതുണ്ട്. ലോകത്തെ ജയിക്കണം, സാത്താനെ ജയിക്കണം. അതുപോലെ തന്നെ നാം ഓരോരുത്തരും ദൈവത്തിന്റെ കൃപയാൽ നല്ല പോർ പൊരുതി വിശ്വാസം കാക്കുകയും അനേകരെ തീയിൽ നിന്ന് വലിച്ചെടുക്കുകയും ചെയ്യേണ്ടതാണ്. തിരുവചനം നമ്മളോട് പറയുന്നത്, അപ്പോസ്തലനായ പൗലോസ് എഴുതുമ്പോൾ അദ്ദേഹം എഴുതി, ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയാനായി വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകും. അവിടെ നാം എപ്പോഴും വളരെയധികം സൂക്ഷ്മത്തോടെ ജീവിക്കാൻ ദൈവത്തിന്റെ വചനം പറയുന്നു. അതുപോലെ അപ്പോസ്തലനായ പൗലോസ് എഴുതുന്നു, തിമോഥെയോസിന് എഴുതുമ്പോൾ എഴുതുകയാണ്, തിമോഥെയോസ് 4:1 അവിടെ ഇരിക്കുന്നത്, എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജ ആത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെ ആശ്രയിച്ച് ഭോഷ്കു പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കും എന്ന് ആത്മാവ് തെളിവായി പറയുന്നു. ഇപ്രകാരം തിരുവചനം നാം വായിക്കുന്നു. അതുപോലെ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 12-ാം വാക്യം, അതുപോലെ 17-ാം വാക്യം, ഇവിടെയൊക്കെ നാം കാണുന്നത്, ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം, പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്ന് അറിഞ്ഞ് നിങ്ങളുടെ ഇടയ്ക്കൽ ക്രോധത്തോടെ ഇറങ്ങി വന്നിരിക്കുന്നു. ദൈവവചനം പറയുന്നു, മഹാസർപ്പം സ്ത്രീയോട് കോപിച്ചു, ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും അവരുടെ ദൈവകൽപ്പന യേശുവിന്റെ സാക്ഷ്യമുള്ളവരുമായി അവളുടെ സന്തതിയിൽ ശേഷിപ്പുള്ളൊരു യുദ്ധം ചെയ്യുവാൻ കടൽപ്പുറത്തെ പിശാച് കടൽപ്പുറത്തെ മണൽ നിന്നു എന്ന് എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നമ്മള് നിരന്തരമായി നമുക്ക് പോരാട്ടമുണ്ട്. ഈ പോരാട്ടത്തിൽ നിശ്ചയമായി നാം ജയിക്കും. നമ്മുടെ ആയുധം ജഡീകങ്ങളല്ല. നമ്മുടെ അരയ്ക്ക് സത്യം കെട്ടിയും അതുപോലെ തന്നെ നീതി എന്ന കവചമണിഞ്ഞും സമാധാന സുവിശേഷത്തിനുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും അതുപോലെ രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും ഒക്കെയും വിശ്വാസം എന്ന പരിചയവും ഒക്കെ അണിഞ്ഞ് നമുക്ക് പോരാടാം. പ്രാർത്ഥനയിൽ സ്ഥിരത കാണിക്കാം. നിശ്ചയമായും ജയം നമ്മുടേതാണ്. സ്വർഗത്തിലെ ദൈവം നമ്മളെ അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന പലരുണ്ട്. അവരുടെ പേര് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. രാജു VM വെണ്ണിക്കുളം, അജി PV ഇരുപേരൂർ, ഗീത ജോയ് ആഞ്ഞിലിത്താനം, മാത്തുക്കുട്ടി കണ്ണമ്പള്ളി, ലിസി തമ്പി മാവേലിക്കര, നെൽസൺ ജോസ് നെടുങ്ങാടപ്പള്ളി, ജോണി S ബെഞ്ചമിൻ കുറ്റപ്പുഴ, സുഷമ ഗോപി കുമ്പനാട്, വിജയമ്മ ജോസഫ് കുമ്പനാട്, ഡേവിഡ് P മാത്യു പത്തനംതിട്ട. നമുക്ക് ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ നിരന്തരമായി പോരാടി സാത്താനെ ജയിച്ച് നിത്യത്തിൽ പ്രവേശിക്കാൻ നമ്മുടെ ഈ കർത്താവ് സഹായിക്കട്ടെ. അനേകരെ അതിനുവേണ്ടി ഒരുക്കുവാനും കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പൂർണനായ അടിയങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, ഈ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന അങ്ങയുടെ മക്കളെ അടിയങ്ങളുടെ ദൈവത്തിന്റെ അനുഗ്രഹിക്കപ്പെട്ട കരങ്ങളിലേക്ക് അടിയങ്ങൾ സമർപ്പിക്കുന്നു, ഏൽപ്പിക്കുന്നു. കർത്താവരെ അങ്ങയുടെ ആത്മാവിനാൽ അഭിഷേകം ചെയ്യണമേ. അവരുടെ പാപക്കറകളിൽ നിന്നും പരിപൂർണമായ വിടുതൽ നൽകി വിശുദ്ധിയിൽ ജീവിക്കുന്നതിന് അവരെ കർത്താവ് ആശീർവദിക്കണമേ. പ്രിയമക്കളുടെ കുടുംബാംഗങ്ങളെ എല്ലാം അനുഗ്രഹിക്കണമേ. കർത്താവിന്റെ വിശുദ്ധ കരങ്ങളിലേക്ക് എല്ലാവരെ ഏൽപ്പിക്കുന്നു. നിത്യജീവൻ പ്രാപിപ്പാൻ ഒരുക്കമുള്ളവരായി തീരുവാൻ കർത്താവ് സഹായിക്കണം. ഇന്ന് തിരുവചനം കേൾക്കുന്ന അങ്ങയുടെ മക്കൾ എല്ലാവരും അടിയങ്ങളെ പോരാട്ടത്തിൽ ജയാളികളായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ആയുധവർഗം ധരിച്ചുകൊണ്ട് അടിയങ്ങളെ കർത്താവിന് വേണ്ടി പോരാടുവാൻ, അങ്ങനെ പിശാചിനെ ജയിക്കുവാൻ, ലോകത്തെ ജയിക്കുവാൻ, അനേകരെ തീയിൽ നിന്ന് വലിച്ചെടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതോട് നന്ദിയോടെ സ്തോത്രം. യേശു ക്രിസ്തുവിൻ മഹത്വമുള്ള നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നല്ല ഒരു ശുഭദിനം നേർന്നുകൊള്ളുന്നു. ദൈവം നമ്മോട് കൂടി ഇരിക്കുമാറാകട്ടെ. ആമേൻ.